ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഇത്രയും നാൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറേ ഷോർട്സ് ആണ്. അതും ഞാൻ ഇടുന്നത് ഫുള്ള് നെറ്റുമായിട്ട്, അതായത് പൊളിറ്റിക്കൽ സയൻസ് നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളടങ്ങുന്ന കുറച്ച് ഷോർട്സ് ആണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇടുന്ന ലോങ് വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നെറ്റിന് വേണ്ടി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഓരോ വീഡിയോസും ഞാൻ ഇടാം. ഇപ്പം ഞാൻ ഷോർട്സ് ഇട്ടതിനകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഷോർട്സ് ആക്കി ഇട്ടിട്ടുള്ളത്. മാക്സിമം എല്ലാ നോട്ട്സും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ലോങ് വീഡിയോയിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നെറ്റിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് ഗുഡ് ഗവേണൻസ്. അത് ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത്. എന്നാലും ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ് ഗവേണൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഗുഡ് ഗവേണൻസ് എന്നാൽ എന്ത്, അതിൻ്റെ മീനിങ് എന്താ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പ്രൊമോട്ട് ചെയ്തത് വേൾഡ് ബാങ്കും അതേപോലെ തന്നെ UNDP ആണ്. വേൾഡ് ബാങ്ക് അതുപോലെ തന്നെ UNDP ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഈ ഒരു കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വേണം. അത്ര നാളതിന് വലിയ പ്രയോറിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വേൾഡ് ബാങ്കിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവോടുകൂടിയാണ് ഇതിന്, അതായത് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു ആശയത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അക്കൗണ്ടബിൾ ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടൊരു ഗവേണൻസിനെ മാത്രമേ നമുക്ക് ഗുഡ് ഗവേണൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളൊരു ഭരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗവേണൻസ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പോകുമ്പോൾ ആ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, കറപ്ഷനൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാനും തുറന്നു കാണിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, എലക്ട് ചെയ്യാനുള്ളത്, എലക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ദ മീനിങ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്, ഇതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ദ കീ സ്കോളേഴ്സ്. ആരൊക്കെയാണ് ഇതിൻ്റെ കീ സ്കോളേഴ്സ് എന്ന് പറയുന്നത്? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് RAW റോഡ്സ് ആണ്. RAW റോഡ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേണൻസ് ആസ് നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്നാണ് അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ജെയിംസ് റോസൺ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം പറയുന്ന ഒരു ഗ്ലോബൽ ലെവൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഗവേണൻസ് വിത്തൗട്ട് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ രണ്ട് പേരുടെ ഐഡിയാസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ടൈപ്സ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഗ്ലോബൽ ഗവേണൻസ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്, പബ്ലിക് ആൻഡ് ലോക്കൽ ലെവലായിട്ടുള്ള ഗവേണൻസും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഗവേണൻസും ജസ്റ്റ് ഒന്ന് നോക്കി വിടുന്നത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കോർ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം PG പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച കുട്ടികൾക്ക് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയായിരിക്കും. ഒരു പേപ്പറിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പേപ്പറിനകത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ നെറ്റ് എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. വാട്ട് ആർ ദ മെയിൻ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് ഗവേണൻസ്? അക്കൗണ്ടബിൾ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, റൂൾ ഓഫ് ലോ അത് ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ, എഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. അവർ എഫിഷ്യൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ റൂൾ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരും. പിന്നെ ഇക്വിറ്റി, ഇൻക്ലൂസീവ് ആയിരിക്കണം, റെസ്പോൺസീവ്നെസ് ഉണ്ടായിരിക്കണം, കോൺസെൻസസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളൂടെ അതിനകത്ത് ഉൾക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോ പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും നോക്കി എടുക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു പോയിൻറ്റ്സ് ആണ്. ഇത് ഇത്രയും പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വി ആർ മൂവിങ് ടു ദ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഒരു ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവിടെ ലോ കറപ്ഷൻ ആയിരിക്കണം, കറപ്ഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല, സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ജുഡീഷ്യറി ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, അതൊക്കെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അതെന്ന് പറയുന്നത് പീപ്പിളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസ് അതിനകത്ത് ആ ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കണം. ആക്സസ് ടു ജസ്റ്റിസ് ആർക്കും ഡിലേ ആവരുത്, ജസ്റ്റിസ് ആർക്കും ഡിനേ ആവരുത് എന്നൊരു കോൺസെപ്റ്റും അവിടെ വരുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ക്രിറ്റിസിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലൊരു വെസ്റ്റേൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട്. കാരണം അവിടെ നിന്ന് വന്നതുകൊണ്ട് UNDP അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ ആ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുറേ പേര് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഇത് സോഷ്യൽ ജസ്റ്റിസിനെക്കാട്ടി കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത് എഫിഷ്യൻസിക്കാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, ഇത് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ലോൺ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ എടുക്കാനുള്ളൊരു കണ്ടീഷൻ, അതായത് നമ്മളിവിടെ ഗുഡ് ഗവേണൻസ് ആണ്, നമ്മൾ നല്ലതുപോലെ ഭരണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെന്താണ് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കൽ മെത്തേഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ഗുഡ് ഗവേണൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ പോയിൻറ്റ്സ് തന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ക്രിറ്റിസിസംസ്, അതായത് ഗുഡ് ഗവേണൻസ് ഫേസ് ചെയ്യുന്ന ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്താണെന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഡെമോക്രാറ്റിക് ഗവേണൻസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്താണെന്ന് അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ ഒരു പേരിനകത്ത് പറയുന്ന പോലെ തന്നെ ഡെമോക്രാറ്റിക് ഗവേണൻസ് ആണ്. അതായത് പവർ എന്ന് പറയുന്നത്, ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള സാധനമാണ് പീപ്പിളിൻ്റെ കയ്യിലായിരിക്കണം റൂൾ എന്ന് പറയുന്നത്. അതായത് പീപ്പിൾ ഡയറക്റ്റ്ലി റൂൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ചിട്ട് റൂൾ ചെയ്യുക. ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെമോക്രാറ്റിക് ഗവേണൻസിനകത്ത് ഗവേണൻസ് അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ഭരണം നടത്തുന്നത്. അതാണ് ഈ ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും കീ എലമെൻറ്റ്സ്? ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, റൂൾ ഓഫ് ലോ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഡെമോക്രാറ്റിക് ഗവേണൻസ്. അതായത് ഒരു ഡെമോക്രസി ഉള്ളൊരു രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലൂടെ അവർ വരുത്താനായിട്ട് നോക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്കർ ഈസ് റോബർട്ട് ഡാൽ. റോബർട്ട് ഡാലിൻ്റെ കൺസെപ്റ്റ് ഓഫ് പോളിയാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ അമർത്യ സെൻ. അമർത്യ സെൻ പറയുന്നത് ഡെമോക്രസി പ്രൊമോട്ട്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രീഡം. ആ ഒരു രണ്ട് പേരുടെ പേരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സായിട്ട് വരുന്നതാണ് ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്ന് പറയുന്നത് സിറ്റിസൺ സെൻട്രിക് ഗവേണൻസ് ആണ്. അതേപോലെ തന്നെ മൈനോറിറ്റീസ്, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്, ഇൻക്ലൂസീവ്നെസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ, അത് ലോക്കൽ സെൽഫായിട്ടുള്ള ഗവൺമെൻറ്, ഇതിനൊക്കെയാണ് അത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് ആർ ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് ഗുഡ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നതിനകത്ത് ചോദിക്കുമ്പോൾ കൂടുതലായിട്ടും ഈ ഒരു കുറേ കാര്യങ്ങളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിനകത്തിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക്, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ഗവേണൻസ്, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ്, അത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡീപ്പായിട്ട് പോയിട്ടുള്ളൂ. കുറച്ചുകൂടി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ PDF നോട്ടുകളോ അതുപോലെ എന്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് എന്തായാലും ജൂണിൽ എക്സാം ഉണ്ടായിരിക്കും, അതിന് മുന്നേ തന്നെ മാക്സിമം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസും സിലബസ് ഫുൾ കവർ ചെയ്ത് ഞാനിടാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തിനുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ അടുത്തൊരു ലോങ് വീഡിയോയിൽ നമുക്ക് ഇതിനെക്കാട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ടോപ്പിക്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, ടാറ്റാ.